നമസ്കാരം. കോൺഗ്രസിലെ ഓൾറൗണ്ടർ കർണാടകയിൽ മല പോലെ വന്ന മുഖ്യമന്ത്രി തർക്കം പരിഹരിച്ചപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. സംഘടനാ കാര്യങ്ങളിലും പാർലമെന്ററി പ്രവർത്തനങ്ങളിലും ഒരുപോലെ തിളങ്ങുന്ന നേതാവ്, കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടറും ഫണ്ട് റൈസറും. കണ്ണൂർ സ്വദേശിയാണെങ്കിലും ആലപ്പുഴ തട്ടകമാക്കിയ KC എന്ന രണ്ടക്ഷരത്തിനുള്ളിൽ ഇന്ത്യ മുഴുവൻ അടയാളപ്പെടുത്താൻ കഴിയുന്ന വ്യക്തിത്വം. പെരുമാറ്റത്തിൽ സൗമ്യനാണെങ്കിലും രാഷ്ട്രീയ തീരുമാനങ്ങളിൽ കർക്കശക്കാരനായ കണ്ണൂർ ചക്കരക്കൽ വേണുഗോപാൽ എന്ന 63-കാരന് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുകയാണ്. ഹൈക്കമാൻഡ് VD സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതോടെ സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് അദ്ദേഹം നേരിടുന്നത്. തോറ്റ MLA എന്ന ഒരു സിനിമയിലെ ഇന്നസെന്റിന്റെ മീമുകൾ എടുത്തുവെച്ചുള്ള ട്രോളുകളും പിൻവാതിലിലൂടെ അധികാരം പിടിക്കാൻ വന്ന കുശാഗ്ര ബുദ്ധിക്കാരനുമൊക്കെയായി അയാൾ സ്വന്തം പ്രവർത്തകരാൽ തന്നെ അപഹസിക്കപ്പെടുകയാണ്. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് ചർച്ച ചെയ്യുന്നു. ഇത്രയും കല്ലേറ് KC അർഹിക്കുന്നുണ്ടോ? സത്യത്തിൽ ഇത്രയും വലിയ പരിഹാസത്തിന് KC അർഹനാണോ? കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെയാണ് ഭൂരിപക്ഷം എന്നത് പലരും മറന്നു പോവുകയാണ്. വളരെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തനം തുടങ്ങി അഖിലേന്ത്യാ തലത്തിൽ വരെ എത്തിയ ആ നേതാവിനെ കേരളത്തിലെ കോൺഗ്രസിനും അത്ര പെട്ടെന്നൊന്നും അവഗണിക്കാൻ കഴിയില്ല. ടെലിവിഷൻ ദൃശ്യപരതയേക്കാൾ സോഷ്യൽ മീഡിയ റീൽസ് രാഷ്ട്രീയത്തെക്കാൾ ഗ്രാസ് റൂട്ട് വരെ നീളുന്ന സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം കരുത്താർജിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് കേരളത്തിലെ ബൂത്ത് തലത്തിലെ പ്രവർത്തകരുടെ പേരും നമ്പറും കാണാതെ അറിയാമെന്ന് പറയാറുണ്ട്. എന്നാൽ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിന്റെ ബൂത്ത് തല പ്രവർത്തകരെ അറിയാവുന്ന ഏക നേതാവാണ് KC. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പിറകിൽ നിൽക്കുന്നതിനാൽ ഒരു ബാക്ക്റൂം തന്ത്രജ്ഞൻ എന്ന പേരാണ് അദ്ദേഹത്തിന് വന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ കഴിഞ്ഞാൽ പാർട്ടിയിൽ ഏറ്റവും സ്വാധീനമുള്ള സ്ഥാനങ്ങളിൽ ഒന്നാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിലും പാർട്ടി പുനഃസംഘടനയിലും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളിടത്തു നിന്നാണ് KC കോൺഗ്രസിന്റെ നട്ടെല്ലാവുന്നത്. ഇപ്പോൾ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ഗാന്ധി കുടുംബത്തെ കൈമണിയടിച്ച് നേടിയ വളർച്ചയല്ല അദ്ദേഹത്തിൻ്റേത്. ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് പടിപടിയായിട്ടായിരുന്നു KC എന്ന നേതാവ് വളർന്നു കയറിയത്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ താലൂക്കിലെ കടന്നപ്പള്ളി ഗ്രാമത്തിൽ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെയും ജാനകമ്മയുടെയും മകനായി 1963 ഫെബ്രുവരി 4-നാണ് KC വേണുഗോപാൽ ജനിച്ചത്. ഗണിതശാസ്ത്രത്തിൽ 1-ാം ക്ലാസ്സോടെ ബിരുദാനന്തര ബിരുദവും തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് LLBയും പാസ്സായി. പഠനകാലത്ത് കായിക മേഖലയിലും മികവ് തെളിയിച്ചു. കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന വോളിബോൾ താരമായിരുന്ന അദ്ദേഹം ജില്ലാ ജൂനിയർ വോളിബോൾ ക്യാപ്റ്റനായിരുന്നു. KSU വഴിയാണ് പൊതുരംഗത്തെത്തുന്നത്. 1987-ൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ യുവാവിൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി ലീഡർ K കരുണാകരനാണ്. ആദ്യഘട്ടത്തിൽ കരുണാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായിട്ടാണ് KC അറിയപ്പെട്ടിരുന്നത്. 1991-ൽ തൻ്റെ 28-ാം വയസ്സിൽ കാസർഗോഡ് ലോക്സഭാ സീറ്റ് KCക്ക് ലഭിച്ചത് കരുണാകരൻ്റെ വ്യക്തിപരമായ താല്പര്യപ്രകാരമായിരുന്നു. I ഗ്രൂപ്പിൻ്റെ ശക്തമായ പിന്തുണയോടെയാണ് വേണുഗോപാൽ 7 വർഷക്കാലം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി അലങ്കരിച്ചത്. കരുണാകരൻ്റെ രാഷ്ട്രീയ നേതൃത്വവും വ്യക്തിത്വവുമാണ് തന്നെ കോൺഗ്രസിലേക്ക് ആകർഷിച്ചതെന്ന് വേണുഗോപാൽ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ലീഡറുടെ ഉപദേശങ്ങൾക്കും സ്നേഹത്തിനും വലിയ സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം അനുസ്മരിച്ചിട്ടുമുണ്ട്. ആദ്യകാലത്ത് I വിഭാഗത്തിൻ്റെ കരുത്തുറ്റ പോരാളിയായിരുന്നെങ്കിലും പിന്നീട് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിയപ്പോൾ അദ്ദേഹം സ്വന്തമായൊരു രാഷ്ട്രീയ വ്യക്തിത്വം കെട്ടിപ്പടുക്കുകയും ഹൈക്കമാൻഡിൻ്റെ വിശ്വസ്തനായി മാറുകയും ചെയ്തു. എന്നാൽ കരുണാകരനെ തിരിഞ്ഞുകുത്തി എന്ന പേരുദോഷം ഒരിക്കലും അദ്ദേഹം കേൾപ്പിച്ചതുമില്ല. ഇന്ന് കരുണാകരൻ്റെ മകൻ K മുരളീധരൻ നിന്നത് VD സതീശനോടൊപ്പമാണെന്നതും മറ്റൊരു വസ്തുത. 28-ാം വയസ്സിൽ തൻ്റെ നാടായ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച വേണുഗോപാൽ കന്നി അംഗത്തിൽ തോറ്റു. പക്ഷേ CPMൻ്റെ ആ കുത്തക മണ്ഡലത്തിൽ ഉശിരൻ പ്രകടനമാണ് ആ ചെറുപ്പക്കാരൻ അന്ന് കാഴ്ചവെച്ചത്. CPMലെ രാവണ്ണ റേയോട് വെറും 9423 വോട്ടുകൾക്കാണ് ആ യുവ നേതാവ് അന്ന് പരാജയപ്പെട്ടത്. അന്ന് കാസർഗോഡ് മണ്ഡലം CPM വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ചെങ്കോട്ടയാണ്. ഈ പോരാട്ട മികവാണ് അദ്ദേഹത്തെ പിന്നീട് ആലപ്പുഴയിലേക്ക് മത്സരിപ്പിക്കുന്നതിന് ഇടയാക്കിയത്. 1992 മുതൽ 2000 വരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു KC. അന്ന് ഉജ്ജ്വലമായ പ്രവർത്തനമാണ് നടത്തിയത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകൾ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നിട്ടും K കരുണാകരൻ്റെ ശക്തമായ പിന്തുണയോടെ യൂത്ത് കോൺഗ്രസിനെ താഴെത്തട്ടിൽ വരെ സജീവമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. LDF ഭരണകാലങ്ങളിൽ വിവിധ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി നിരവധി സെക്രട്ടേറിയറ്റ് മാർച്ചുകൾക്കും പ്രതിഷേധങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും അക്കാലത്ത് ശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നു. കേരളത്തിലുടനീളം വലിയ യുവജന റാലികൾ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ യുവജന നിരയെ ഏകോപിപ്പിച്ചു. അതിനിടെ 95-ൽ KC വിവാഹിതനായി. ഡോക്ടർ K ആശയാണ് ഭാര്യ. അവർ തിരുവനന്തപുരം VTM NSS കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. ദമ്പതികൾക്ക് 2 മക്കളുണ്ട്. ഇവർ രാഷ്ട്രീയ രംഗത്തില്ല.
1996 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കെ സി ആദ്യമായി ആലപ്പുഴയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നത്. ജന്മനാട് കണ്ണൂരാണെങ്കിലും വേണുഗോപാലിന്റെ കർമ്മമേഖല പിന്നീട് ആലപ്പുഴയായി മാറി. ഇത് ആകസ്മികമായിട്ടല്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രവർത്തനവും എവിടെയും മത്സരിക്കുന്ന രീതിയിൽ ഈ ചെറുപ്പക്കാരനെ സ്വീകാരനാക്കിയിരുന്നു. ആലപ്പുഴയിലാകട്ടെ അത്ര തലപ്പൊക്കമുള്ള നേതാക്കൾ അക്കാലത്തുണ്ടായിരുന്നില്ല. 1996 കെ സി മത്സരിക്കാനെത്തുമ്പോൾ ആലപ്പുഴ മണ്ഡലം UDFന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നെങ്കിലും ഉറച്ച മണ്ഡലമൊന്നും ആയിരുന്നില്ല. 1991 UDF ഘടകകക്ഷിയായ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ KP രാമചന്ദ്രൻ നായരായിരുന്നു ഇവിടെ നിന്ന് വിജയിച്ചത്. ഭൂരിപക്ഷം വെറും 750 വോട്ടായിരുന്നു. വീണ്ടും NDP മത്സരിച്ചാൽ തോൽക്കുമെന്ന് ഭയന്നാണ് കെ സിക്ക് നറുക്ക് വീണത്. CPIക്കും CPMനും നല്ല സ്വാധീനമുള്ള മേഖലയായിരുന്നു ആലപ്പുഴ. പക്ഷേ തന്റെ കന്നി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയിലെ PS സോമശേഖരനെ കെ സി 7536 വോട്ടുകൾക്ക് കെട്ടുകെട്ടിച്ചു. 96 80 സീറ്റുകളുമായി LDF ആണ് അധികാരത്തിൽ വന്നത്. സംസ്ഥാനമൊട്ടാകെ UDF തോറ്റിട്ടും കെ സി എന്ന ചെറുപ്പക്കാരൻ ആലപ്പുഴ നേടി. 2001 2006 ഉജ്ജ്വല വിജയങ്ങളാണ് അദ്ദേഹം നേടിയത്. 2001 19,153 വോട്ടുകളും 2006 16,933 വോട്ടുകളുടെയും ഭൂരിപക്ഷം നേടി ആലപ്പുഴയെ UDF കോട്ടയാക്കി. കെ സി ഒഴിഞ്ഞതോടെയാണ് പിന്നെ ആലപ്പുഴ നിയമസഭാ സീറ്റ് LDFന് കിട്ടുന്നത്. 2001 100 സീറ്റുകൾ നേടിക്കൊണ്ട് കേരളത്തിൽ UDF അധികാരമേറ്റുവെങ്കിലും AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റിൽ കെ സി വേണുഗോപാലിനെയൊന്നും പരിഗണിച്ചിരുന്നില്ല. കോൺഗ്രസിൽ AI ഗ്രൂപ്പ് തമ്മിലടി അതിന്റെ പാരമ്യത്തിലെത്തിയ കാലമായിരുന്നു അത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 വെറും ഒരു സീറ്റാണ് UDFന് കിട്ടിയത്. അതും മുസ്ലിം ലീഗിന്റെ പൊന്നാനി. മത്സരിച്ചിടത്തൊക്കെ കോൺഗ്രസ് തോറ്റു. ഈ കനത്ത പരാജയത്തെ തുടർന്ന് AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. തുടർന്ന് 2004 ഓഗസ്റ്റ് 31 ഉമ്മൻചാണ്ടി ആദ്യമായി മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. മന്ത്രിസഭാ വിപുലീകരണത്തിന്റെ ഭാഗമായി 2004 സെപ്റ്റംബർ 5 കെ സി വേണുഗോപാൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അതിനിടയാക്കിയതും കെ കരുണാകരനാണ്. രാഷ്ട്രീയ ജീവിതത്തിൽ തുടക്കം മുതൽ ലീഡറുടെ വിശ്വസ്തനായിരുന്നു കെ സി. AK ആന്റണിയുടെ പകരക്കാരനായി ഉമ്മൻചാണ്ടി അധികാരമേറ്റപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കരുണാകരൻ പക്ഷത്തു നിന്ന് വേണുഗോപാലിന് മന്ത്രിസ്ഥാനം നൽകിയത്. പക്ഷേ തൊട്ടടുത്ത വർഷം തന്നെ കരുണാകരനും മകൻ K മുരളീധരനും കോൺഗ്രസ് വിട്ട് DIC രൂപീകരിച്ചു. ആ സമയത്ത് ശിക്ഷൻ ആശാനെ കൈവിട്ടു. വേണുഗോപാൽ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്നു. കോൺഗ്രസ് പാർട്ടിയാണ് എല്ലാറ്റിലും വലുത് എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ കരുത്തുറ്റ സാന്നിധ്യമായി അദ്ദേഹം മാറുകയും ചെയ്തു. കാലക്രമേണ അദ്ദേഹം ഉമ്മൻചാണ്ടിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. പിൽക്കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വളരെ അടുപ്പക്കാരനായി അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. ചുരുക്കത്തിൽ കരുണാകരന്റെ I ഗ്രൂപ്പിലൂടെ മന്ത്രിസഭയിലെത്തിയ അദ്ദേഹം തന്റെ ഭരണപാടവം കൊണ്ടും ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള സഹകരണം കൊണ്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തൻ്റെതായ ഇടം കണ്ടെത്തുകയായിരുന്നു. ടൂറിസം, ദേവസ്വം എന്നീ പ്രധാന വകുപ്പുകളാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കെ സി കൈകാര്യം ചെയ്തിരുന്നത്. കേരളത്തെ ഒരു ആഗോള ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ കെ സി പരമാവധി ശ്രമിച്ചുവെന്ന് അന്ന് പത്രങ്ങൾ എഴുതിയിരുന്നു. കേരളത്തിലെ ടൂറിസം പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാരിൽ നിന്ന് റെക്കോർഡ് ധനസഹായം അദ്ദേഹം ലഭ്യമാക്കി. ഇതിൽ ആലപ്പുഴയിലെ കായൽ ടൂറിസം, ബേക്കൽ ഉൾപ്പെടെയുള്ള ബീച്ച് സർക്യൂട്ടുകൾ എന്നിവ ഉൾപ്പെടുന്നു. കണ്ണൂരിലെ പൈതൽമല, മുഴപ്പിലങ്ങാട്, വൈത്തിരി തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒപ്പം മലബാർ മേഖലയിലെ ടൂറിസം സാധ്യതകൾക്കായി പ്രത്യേക പാക്കേജുകൾ കൊണ്ടുവന്നതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന് ഉദാഹരണമായി എടുത്തുകാട്ടപ്പെടുന്നു. ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ ആനക്കോട്ട നവീകരണം, ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ദേവസ്വം മന്ത്രി എന്ന നിലയിലുള്ള കെ സിയുടെ നേട്ടമാണ്. ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യതയും വേഗതയും കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു മന്ത്രി എന്ന നിലയിൽ വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും ഫയലുകൾ തീർപ്പാക്കുന്നതിൽ കാര്യക്ഷമത കാണിക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നുവെന്ന് അന്ന് മാധ്യമങ്ങൾ എഴുതി. 100 ദിവസത്തിനുള്ളിൽ ഭൂരിഭാഗം ഫയലുകളും അദ്ദേഹം തീർപ്പാക്കിയിരുന്നു. ശക്തമായ VS തരംഗം ആഞ്ഞടിച്ച 2006 തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് കെ സി ജയിച്ചു. അന്ന് 98 സീറ്റുകളാണ് LDFന് കിട്ടിയത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ പലരും തോറ്റിട്ടും കെ സി നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി. അങ്ങനെ ആലപ്പുഴ MLA ആയിരിക്കെ തന്നെയാണ് ലോക്സഭയിലേക്ക് മാറുന്നത്. അതും കൃത്യമായി കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു. 2004 ഒരു സീറ്റും കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഇല്ലാതിരുന്ന കോൺഗ്രസിന് 2009 ഒരു തിരിച്ചുവരവ് നിർബന്ധമായിരുന്നു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞപ്പോഴാണ് സിറ്റിംഗ് MLA ആയ വേണുഗോപാലിന്റെ പേര് ഉയർന്നു വന്നത്. ദേശീയതലത്തിൽ രണ്ടാം UPA സർക്കാർ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടായിരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ജനകീയരായ നേതാക്കളെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുക എന്നത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ CPMലെ ഡോക്ടർ KS മനോജിനെ പരാജയപ്പെടുത്തി കെ സി MP ആയി. 2004 സാക്ഷാൽ VM സുധീരനെ തോൽപ്പിച്ച ഡോക്ടർ KS മനോജിനെയാണ് 57,635 വോട്ടിന് കെ സി കെട്ടുകെട്ടിച്ചത്. വ്യക്തിപരമായി താല്പര്യമില്ലെങ്കിലും പാർട്ടി തീരുമാനം അനുസരിച്ച് MP ആയത് വേണുഗോപാലിന്റെ ഉയർച്ചയ്ക്ക് വലിയ തോതിൽ സഹായകമായി. 2011 മൻമോഹൻ സിംഗ് മന്ത്രിസഭാ പുനഃസംഘടനയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. ഊർജ്ജ വകുപ്പ് സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എന്നും ഭാഗ്യവും രാഷ്ട്രീയ സാഹചര്യങ്ങളും കെ സിക്ക് ഒത്തുവരാറുണ്ട്.
IPL വിവാദത്തെ തുടർന്ന് ശശി തരൂർ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്കാണ് വേണുഗോപാൽ നിയോഗിക്കപ്പെട്ടത്. അന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന മന്ത്രിസഭയിലെ രണ്ടാമനായ AK ആന്റണിയാണ് KCയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് ശക്തമായി ശുപാർശ ചെയ്തത്. NSS നേതൃത്വത്തിന്റെ താൽപ്പര്യവും ഈ മന്ത്രിസ്ഥാനത്തിന് പിന്നിലുണ്ടായിരുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ആദ്യമായിട്ടാണ് MP ആയതെങ്കിലും കേരളത്തിൽ 3 തവണ MLA ആയതും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ടൂറിസം മന്ത്രിയായി തിളങ്ങിയതും അദ്ദേഹത്തിന് മുതൽക്കൂട്ടായി. അപ്പോഴേക്കും സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ കാര്യദർശിയായിരുന്ന അഹമ്മദ് പട്ടേലുമായും രാഹുൽ ഗാന്ധിയുമായി നല്ല ബന്ധം KCക്കുണ്ടായിരുന്നു. അഹമ്മദ് പട്ടേലാണ് വേണുഗോപാലിനെ രാഹുൽ ഗാന്ധിയുമായി അടുപ്പിച്ചത്. പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത സീറ്റിലിരിക്കാൻ അവസരം നൽകിയത് ഇദ്ദേഹമായിരുന്നു. ഈ ബന്ധത്തിലൂടെ KC നെഹ്റു കുടുംബത്തിന്റെ ഹൃദയത്തിലേക്കും കയറിപ്പറ്റി. UPA സർക്കാരിന്റെ കാലത്ത് 2011 ജനുവരി മുതൽ 2012 ഒക്ടോബർ വരെയാണ് KC വേണുഗോപാൽ കേന്ദ്ര ഊർജ്ജ സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത്. പിന്നീട് സിവിൽ ഏവിയേഷൻ മന്ത്രി സ്ഥാനത്തേക്ക് മാറി. ഊർജ്ജ സഹമന്ത്രിയായിരിക്കെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അദ്ദേഹം ശ്രദ്ധേയമായ ചില ഇടപെടലുകൾ നടത്തി. നിലവിലുള്ള വൈദ്യുതി നിലയങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇന്ധന ഉപഭോഗവും കാർബൺ ബഹിർഗമനവും കുറയ്ക്കുന്നതിനും അദ്ദേഹം മുൻഗണന നൽകി. സൂപ്പർ ക്രിട്ടിക്കൽ സാങ്കേതികവിദ്യ നടപ്പിലാക്കുന്നതിലൂടെ ഉൽപ്പാദനക്ഷമത കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചു. കേന്ദ്ര ഊർജ്ജ സഹമന്ത്രിയായിരിക്കെ ആലപ്പുഴയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. ആലപ്പുഴ ബൈപ്പാസ് നിർമ്മാണത്തിന് വേഗത കൂട്ടിയതും കായൽ ടൂറിസത്തിന് കേന്ദ്ര സഹായം ഉറപ്പാക്കിയതും അദ്ദേഹത്തിന്റെ ഭരണ മികവാണ്. മന്ത്രി എന്ന നിലയിൽ സഭയിൽ കൃത്യമായി മറുപടികൾ നൽകുന്നതിലും വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും അദ്ദേഹം മികവ് പുലർത്തിയിരുന്നു. തന്റെ പ്രവർത്തനങ്ങളിൽ പുലർത്തിയ അച്ചടക്കവും കൃത്യനിഷ്ഠയും പിന്നീട് അദ്ദേഹത്തെ സിവിൽ ഏവിയേഷൻ മന്ത്രിസഭയിലേക്കും തുടർന്ന് കോൺഗ്രസിന്റെ ദേശീയ സംഘടനാ തലപ്പത്തേക്കും ഉയരാൻ സഹായിച്ചു. വ്യോമയാന മേഖലയിൽ പുതിയ സിവിൽ ഏവിയേഷൻ പോളിസി രൂപീകരിക്കുന്നതിനും വിമാനത്താവളങ്ങളുടെ ആധുനികവൽക്കരണത്തിനും KC നേതൃത്വം നൽകി. പക്ഷേ 2014 ആലപ്പുഴയിൽ നിന്ന് കടുത്ത മത്സരമാണ് അദ്ദേഹം നേരിട്ടത്. 2009 57,635 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അദ്ദേഹം 2014 19,407 വോട്ടിന്റെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം നിലനിർത്തിയത്. അപ്പോഴേക്കും ദേശീയതലത്തിൽ നരേന്ദ്രമോദി പ്രതിഭാസം തുടങ്ങിയിരുന്നു. ഡൽഹിയിൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് KCക്ക് പാർട്ടിയിൽ യഥാർത്ഥ ഉയർച്ചയുണ്ടായത്. രാഹുൽ ഗാന്ധി സംഘടനയെ പുനർനിർമ്മിച്ചതോടെ വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ രാഷ്ട്രീയ മാനേജർമാരിൽ ഒരാളായി ഉയർന്നു വന്നു. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പാർട്ടി സംവിധാനങ്ങൾ, സ്ഥാനാർത്ഥി ഏകോപനം, ആന്തരിക ആശയവിനിമയം, തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് എന്നിവ ഫലപ്രദമായി കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം AICC സംഘടനാ ജനറൽ സെക്രട്ടറിയായി. കോൺഗ്രസ് സർക്കിളുകളിൽ പാർട്ടി പ്രസിഡന്റിന് ശേഷം ഏറ്റവും സ്വാധീനമുള്ള ഒന്നായി ഈ സ്ഥാനത്തെ കണക്കാക്കപ്പെടുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന പ്രസിഡന്റ് കഴിഞ്ഞാൽ കോൺഗ്രസ് സംഘടനാ രംഗത്തെ രണ്ടാമനായി KC കണക്കാക്കപ്പെടുന്നു. പലപ്പോഴും ദേശീയതലത്തിലെ കോൺഗ്രസിന്റെ തോൽവികൾക്ക് പിന്നാലെ സൈബർ ആക്രമണം ഉണ്ടായത് KCക്ക് നേർക്കാണ്. കോൺഗ്രസിനെ ദേശീയതലത്തിൽ ഒന്നുമില്ലാതാക്കിയത് KC ആണെന്ന് വരെ ആരോപണം ഉയർന്നു. പക്ഷേ വിജയിക്കുമ്പോൾ പൂമാലയും പരാജയപ്പെടുമ്പോൾ കല്ലേറും കിട്ടുന്ന പണിയാണ് രാഷ്ട്രീയമെന്ന് KCക്ക് നന്നായി അറിയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിലെ ട്രബിൾ ഷൂട്ടറും ഫണ്ട് റേസറുമാണ് KC. കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണത്തിലും ഗ്രൂപ്പ് തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് അദ്ദേഹത്തിന് ട്രബിൾ ഷൂട്ടർ എന്ന പേര് ഉറപ്പിച്ചു നൽകി. പുറമേ നമുക്ക് സോഷ്യലിസം പറയാം, പ്രായോഗിക തലത്തിൽ പണത്തിന് പണം തന്നെ വേണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് പണത്തിന്റെ അഭാവമായിരുന്നുവെന്ന് പിന്നീട് വിലയിരുത്തലുണ്ടായിരുന്നു. പോസ്റ്റർ ഒട്ടിക്കാൻ പോലും കാശില്ലാത്ത വിഷമത്തിലായിരുന്നു അക്കാലത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കടന്നുപോയത്. മുസ്ലിം ലീഗിനായിരുന്നു അന്ന് താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നത്. ഇത്തവണ ഭരണത്തിന്റെ തണലിൽ LDFും കേന്ദ്രത്തിന്റെ പിന്തുണയിൽ BJPയും വലിയ രീതിയിൽ പണം ഒഴുക്കിയപ്പോൾ കോൺഗ്രസ് പിടിച്ചു നിന്നത് KCയുടെ ബദൽ നീക്കങ്ങളിലൂടെയാണ്. KC നിയുക്ത കോൺഗ്രസ് MLAമാർക്ക് പ്രിയങ്കരനായതും അങ്ങനെയാണ്. തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയിലൂടെയും കർണാടകയിൽ DK ശിവകുമാറിലൂടെയും ഇലക്ഷൻ ഫണ്ട് കൃത്യമായി എത്തിക്കാൻ KCക്ക് കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും ഇതുവഴി 2 കോടിയോളം രൂപ കിട്ടിയെന്നാണ് അറിവ്. ഇതോടെ പ്രചാരണ ചെലവിന് നെട്ടോട്ടമോടേണ്ട അവസ്ഥ ഇല്ലാതായി. മാത്രമല്ല, ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രശ്നങ്ങൾ അറിഞ്ഞ് കൃത്യമായ ഫോളോ അപ്പും KC വേണുഗോപാൽ നടത്തി. എന്നാൽ VD സതീശനാകട്ടെ മണ്ഡലത്തിൽ വന്ന് പ്രസംഗിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിരുന്നില്ല. പുറമേ ചിത്രത്തിൽ ഇല്ലായിരുന്നുവെങ്കിലും സ്ഥാനാർത്ഥികളുടെ ജയത്തിന് വേണ്ട എല്ലാ അണിയറ നീക്കങ്ങളും നടത്തിയത് KCയാണ്. ജനപിന്തുണയില്ലാത്ത നേതാവാണ് KC എന്നതും കുപ്രചരണമാണ്. ഉമ്മൻചാണ്ടിയെ പോലെ കേരളത്തിലെ ബൂത്ത് കമ്മിറ്റി പ്രവർത്തകർ തൊട്ട് MLAമാരുടെ വരെ അടുത്ത ഹൃദയബന്ധമുള്ളയാളാണ് KC. 28ാം വയസ്സിലെ കന്നി അംഗത്തിൽ മാത്രമാണ് അദ്ദേഹം തോറ്റത്. 2019 മത്സര രംഗത്തുണ്ടായിരുന്നെങ്കിലും 2024 വീണ്ടും ആലപ്പുഴയിൽ വന്ന് 63,513 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആലപ്പുഴ മണ്ഡലം തിരിച്ചുപിടിച്ചു. ആലപ്പുഴയുടെ വികസനത്തിനായി MP ഫണ്ട് 100% അദ്ദേഹം വിനിയോഗിച്ചിട്ടുണ്ട്. 2026-2027 കാലയളവിലേക്കുള്ള പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി അദ്ദേഹം വീണ്ടും നിയമിതനായി. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾക്കായി ദേശീയതലത്തിൽ ശബ്ദമുയർത്തുന്ന നേതാക്കളിൽ ഒരാളാണ് KC വേണുഗോപാൽ എന്ന് ഇന്ത്യ ടുഡേ വിലയിരുത്തുന്നു. BJPയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയും ജനാധിപത്യ സ്ഥാപനങ്ങൾ തകർക്കുന്നു എന്നാരോപിച്ചും അദ്ദേഹം നിരന്തരം പോരാടുന്നു. വഖഫ് നിയമത്തിനെതിരെ പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ വൈറലായിരുന്നു.
കേരള വികസനത്തിലും അവഗണിക്കാൻ പറ്റാത്ത റോൾ കെ.സിക്കുണ്ട്. കേന്ദ്ര സിവിൽ ഏവിയേഷൻ സഹമന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ എയർപോർട്ടുകളുടെ വികസനത്തിനായി അദ്ദേഹം പ്രത്യേക താൽപ്പര്യമെടുത്തു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രാരംഭ നടപടികൾ വേഗത്തിലാക്കുന്നതിലും വിദേശ വിമാന കമ്പനികൾക്ക് കൂടുതൽ സർവീസുകൾ അനുവദിക്കുന്നതിലും കെ.സി മുൻകൈയെടുത്തിട്ടുണ്ട്. വെറും ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഭരണയന്ത്രം എങ്ങനെ തിരിയണമെന്ന് കൃത്യമായി ധാരണയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ് കെ.സി വേണുഗോപാൽ. ഇന്നും അദ്ദേഹത്തെ ആർക്കും അവഗണിക്കാൻ കഴിയില്ല. ഇനി മല്ലികാർജ്ജുൻ ഖാർഗെ ഒഴിയുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായും പരിഗണിക്കപ്പെടുക കെ.സി വേണുഗോപാലാണെന്നും ദേശീയ പത്രങ്ങൾ എഴുതുന്നുണ്ട്.